സാധാരണയല്ലാത്ത കൗതുകകരമായ ഒരു വാർത്തയാണിപ്പോൾ ഡൽഹിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2013 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ലോക്പാൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം. പൊതുരംഗത്തെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിലെ അഴിമതി ഇല്ലാതെയാക്കുന്നതിനും അഴിമതിക്കാരായ പൊതുപ്രവർത്തകരെ നിയമ നടപടികൾക്ക് വിധേയരാക്കുന്നതിനും ആയി രൂപീകരിച്ചതായിട്ടുള്ള പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിച്ചതായിട്ടുള്ള ഒരു സംവിധാനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മറ്റ് 6 പേർ കൂടി ആ പദവിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അംഗങ്ങളായി, അങ്ങനെ 7 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ഇന്ത്യയിൽ ലോക്പാൽ എന്ന പേരിൽ അറിയപ്പെട്ട് ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. എല്ലാ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിൽ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും പൊതുമേഖലയിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിലെ അഴിമതി, കൈക്കൂലി, സ്വജനപക്ഷപാതം അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകൾ തുടങ്ങിയതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും വരുമ്പോൾ അതിലിടപെട്ട് അതിന് പരിഹാരം കാണുന്നതിനും അതോടൊപ്പം തന്നെ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനാവശ്യമായ അന്വേഷണവും ശുപാർശകളും നടത്തി ശുപാർശകൾ നൽകുക എന്നതാണ് ഈ ലോക്പാലിന്റെ പരമമായ ഉത്തരവാദിത്വം. വളരെ വലിയ വിപുലമായ അധികാരങ്ങളുള്ള ഒരു ഘടനയാണ് ഈ ലോക്പാലിനുള്ളത്. അതിൻ്റെ ദേശീയ സംസ്ഥാന തലത്തിലുള്ള ഘടകങ്ങളെയാണ് നമ്മൾ ലോകായുക്ത എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ലോകായുക്ത ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനമായ ഇതിന്റെ ഉപസമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ സഹായിക്കാനായി ഉപലോകായുക്ത, ഹൈക്കോടതി ജഡ്ജിമാരുടെ പദവിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ചെറിയ സമിതിയുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ ലോക്പാലിനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജസ്റ്റിസുമാരുടെയും പദവി കൊടുക്കുമ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ലോകായുക്തയ്ക്ക് ഹൈക്കോടതി ജഡ്ജിമാരുടെ പദവിയാണ് നൽകിയിരിക്കുന്നത്. പദവി മാത്രമല്ല, അവരുടേതായിട്ടുള്ള എല്ലാ ശമ്പളവും പ്രതിഫലവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം ഈ ലോക്പാലിന്റെ അധ്യക്ഷനും അംഗങ്ങൾക്കും അതുപോലെ സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതി ജഡ്ജികൾക്കുള്ള പദവികളെല്ലാം ലോകായുക്തയ്ക്കും ഉപലോകായുക്തമാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര കോടി രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് ഇവരെ പുലർത്തുന്നതിനായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ സമിതികൾക്കൊന്നും നേരിട്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. ഇവർക്ക് വിചാരണ നടത്തി, അന്വേഷണം നടത്തി, വിചാരണ നടത്തി, മൊഴികളെടുത്ത് എല്ലാം പഠിച്ചതിന് ശേഷം അവർക്ക് ചില ശുപാർശകൾ മാത്രം സർക്കാരിന് നൽകാൻ മാത്രമേ ഇവർക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ. അപ്പോൾ ഒരു ശുപാർശ സമിതിയായി ശിക്ഷകളാണെങ്കിൽ, ശിക്ഷാ നടപടികളാണെങ്കിൽ ഇവർക്ക് ശുപാർശ ചെയ്യാം. എന്നാൽ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഭരിക്കുന്ന സർക്കാരിനാണ്. അത് സംസ്ഥാനത്തെ ലോകായുക്തയുടെ ശുപാർശയാണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റാണ് അത് നടപ്പാക്കേണ്ടത്. ലോക്പാലിൻ്റെതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റാണ് നടപ്പാക്കേണ്ടത്. ഇത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഇത് എത്ര ഫലപ്രദമായി പ്രവർത്തിച്ചു, ഇതിന്റെ നടപടിയിലൂടെ എത്ര പൊതുപ്രവർത്തകരെ ശിക്ഷിച്ചു, രക്ഷിച്ചു, അല്ലെങ്കിൽ എന്തെല്ലാം കുറ്റങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി എന്നതിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും പൊതുസമൂഹത്തിൽ ഇല്ല. എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഇത് വളരെ സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന സമിതിയാണെന്നുള്ള അഭിപ്രായം സൃഷ്ടിക്കാൻ ഈ സമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ലക്ഷങ്ങളുടെ കോടികളുടെ ആനുകൂല്യങ്ങൾ കേന്ദ്ര ഖജനാവിൽ നിന്നും സംസ്ഥാന ഖജനാവുകളിൽ നിന്നും പ്രതിമാസം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഇപ്പോഴത്തെ ഈ പറയുന്ന ലോക്പാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചീഫ് ലോക്പാൽ ഉൾപ്പെടെയുള്ള 7 അംഗ സമിതികളിലുള്ള 7 അംഗങ്ങൾക്കും
70 ലക്ഷം രൂപ വീതം വിലയുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലക്ഷറി കാറുകളിൽ ഒന്നായ BMW ഇറക്കുമതി ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നോക്കണം, അഴിമതിക്കാരെ ശിക്ഷിക്കുന്നതിനായി അവരുടെ മേലുള്ള അന്വേഷണം നടത്തുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമിതിക്ക് കൊടുക്കുന്നതായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിലൊരു വലിയ വൈരുദ്ധ്യം ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കാറുകളല്ല, ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന BMW കാറുകൾ 70 ലക്ഷം രൂപ വീതം കൊടുത്ത് ഇറക്കുമതി ചെയ്ത് 7 അംഗങ്ങൾക്ക്, അപ്പോൾ ഏകദേശം 5 കോടി രൂപ, 4.90 കോടി രൂപ ചെലവഴിച്ച് വിദേശ നിർമ്മിത കാറുകൾ കേന്ദ്രമന്ത്രിമാർ പോലും ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടിയ തരത്തിലുള്ള കാറുകൾ ഇറക്കുമതി ചെയ്ത് ഇവർക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഇതിലല്പം കൗതുകമുണ്ട് എന്ന് പറഞ്ഞത് ഇതിന്റെ അസാധാരണത്വമാണ്. ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം ദിവസം 10 പ്രാവശ്യം വീതം ഉദ്ഘോഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത്. അദ്ദേഹം ഇറക്കുമതി ചെയ്ത കാറിന് വേണ്ടി പോയിരിക്കുന്നു ഈ ലോക പാലിന് കൊടുക്കാൻ. അതിനകത്തൊരു വലിയ വൈരുദ്ധ്യമില്ലേ? ഇന്ത്യയിൽ എത്രയോ വലിയ പ്രശസ്തമായിട്ടുള്ള കമ്പനികൾ വർഷങ്ങളായി വന്ന്, അതായത് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലുള്ള ധാരാളം കാർ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ ഇപ്പോൾ വന്ന് കാർ നിർമ്മിക്കുന്നുണ്ട്. ഹോണ്ടായും അതുപോലെ സുസുക്കിയും അല്ലെങ്കിൽ MGയും മെഴ്സിഡസ് ബെൻസും ഒക്കെ ഇന്ത്യയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെ നേരിട്ട് ഈ കാറുകൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. നിയമപരമായി അധികാരത്തിൽ ഇരിക്കുന്ന സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒരു പരിധിക്കപ്പുറം ഇടപെടാനായി സാധ്യമല്ല. എന്നാൽ ഇവിടെയുള്ളത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യം വിളിക്കുകയും ആവുന്നത്ര ഇന്ത്യയിൽ നിർമ്മിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് ഇന്ത്യയിലെ 146 കോടി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന 7 ആളുകൾക്ക് വേണ്ടി 7 വിദേശ നിർമ്മിത കാറുകൾ ഇറക്കുമതി ചെയ്യുന്നത് തികഞ്ഞ വൈരുദ്ധ്യമാണ്. അതൊരിക്കലും ചെയ്യാൻ ന്യായീകരിക്കാവുന്നതല്ല ധാർമ്മികമായി എന്നുള്ളതാണ് പ്രധാനമായ ചർച്ചാ വിഷയം. ഒരുപക്ഷെ ഇതിന്റെ സംഖ്യ 5 കോടി എന്നൊക്കെ പറയുന്ന 146 കോടികൾ ജനങ്ങളുടെ ഒരു രാജ്യത്തിൽ വെറും തുച്ഛമാണ്. ഒരാളിന് ഒരു പൈസ പോലും കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ അവിടുത്തെ തുകയുടെ പ്രശ്നമല്ല, ഇതിനകത്തൊരു ആദർശത്തിന്റെ പ്രശ്നം, ഇതിനകത്തൊരു തത്വത്തിന്റെ പ്രശ്നമുണ്ട്, ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, ഒരു സത്യസന്ധതയുടെ പ്രശ്നമുണ്ട്, ഒരു ആത്മാർത്ഥതയുടെ പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ജനകോടികൾ 146 പേരുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവരുടെ ഇന്നത്തെ നില എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇവിടെ വിദേശ രാജ്യത്തെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും വരുമ്പോൾ ഡൽഹിയിലെയും ബോംബെയിലെയും ചേരി പ്രദേശങ്ങൾ മതിലുകെട്ടിയും കർട്ടനിട്ടും മറച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജനനേതാക്കന്മാരെ, വിദേശ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ഒക്കെ ഈ തെരുവീതികളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. അവിടെ തന്നെ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ധാരാവി പോലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശങ്ങൾ ഇപ്പോഴും ചേരി പ്രദേശങ്ങളായി കഴിയുന്നു. കിടപ്പാടമില്ലാതെ തെരുവിൽ ആളുകൾ കിടന്നുറങ്ങുന്നു. കിടന്നുറങ്ങുന്ന ആളുകളുടെ മേൽ വണ്ടി കയറി ആളുകൾ മരിക്കുന്നു. ഇവിടുത്തെ സാധാരണ ട്രെയിനുകളുടെ അവസ്ഥയൊക്കെ അതിദയനീയമാണ്. കമ്പാർട്ട്മെന്റുകളിൽ വെള്ളമില്ല, ശുചിമുറികൾ പ്രവർത്തിക്കുന്നില്ല. കർഷകരാണെങ്കിൽ അവർക്ക് രാസവള സബ്സിഡിയൊക്കെ വെട്ടിക്കുറച്ചത് കാരണം നഷ്ടം തിരികെയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട രീതിയിൽ വില കിട്ടുന്നില്ല. ഇത് നാഗരികതയുടെ മുഖം കാണിച്ചുകൊണ്ട് ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് സത്യസന്ധതയില്ല എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഇന്ത്യയുടെ മുഖം മറച്ചുകൊണ്ട്
നമ്മൾ ലോകത്തിൽ മൂന്നാം ശക്തിയായി പോകുന്നു, രണ്ടാം ശക്തിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോൾ തെരുവീതികളിൽ കിടന്ന് കിടപ്പാടമില്ലാതെ കിടക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, ഗ്രാമപ്രദേശങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, കൂലി കിട്ടാത്തവർ, നാമമാത്രമായ കൂലി ലഭിക്കുന്നവർ, അവരുടെയൊക്കെ കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. കേരളത്തിന്റെ കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ല. 40 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത്. ആസാം മുതൽ, ബീഹാർ മുതൽ, ബംഗാൾ മുതൽ ഉള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഈ കൊച്ചി കേരളത്തിൽ വന്ന് പണിയെടുക്കുകയാണ്. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരുടെ കഥ കേൾക്കുന്നത്. അവിടെയൊക്കെ വെറും 200-300 രൂപയാണ് അവർക്ക് ദിവസക്കൂലിയായി കിട്ടുന്നത്. എന്നാൽ അവർ ട്രെയിൻ പിടിച്ച് കേരളത്തിൽ വരുമ്പോൾ ഇന്ന് കേരളത്തിലെ ഒരു സാധാരണ ഒരു ജോലിക്കാരന്, അത് നിർമ്മാണ പ്രവർത്തനങ്ങളിലാകട്ടെ, കാർഷിക വൃത്തിയിലാകട്ടെ ഏർപ്പെടുന്ന ഒരു ബീഹാറിലെ ഒരു ജോലിക്കാരന്, അല്ലെങ്കിൽ ബംഗാളിലെ ജോലിക്കാരന്, ആസാമിലെ ജോലിക്കാരന് 1000 രൂപയും 1100 രൂപയുമാണ് കേരളത്തിൽ ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം വ്യക്തമാണല്ലോ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ അഷ്ടിക്ക് നിവർത്തിയില്ലാത്തതിന്റെ പേരിൽ അവർ കുടുംബം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ കുടുംബത്തെ വിട്ട് ഈ തെക്കേ അറ്റത്തെ സംസ്ഥാനത്ത് വന്ന് ജോലിയെടുക്കുന്നത് ആഹാരത്തിന് വേണ്ടിയാണ്, അവരുടെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വൈരുദ്ധ്യങ്ങളുടെ വലിപ്പം എത്രയാണെന്ന് നമ്മൾ കാണാതെ പോകുന്നു. അതിനിടയിലാണ് കേൾക്കുമ്പോൾ വളരെ ചെറുത് എന്ന് തോന്നുമെങ്കിലും ആശയപരമായി ഈ പറയുന്ന ഈ 5 കോടി രൂപ ഇപ്പോൾ മുടക്കി ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക്, അല്ലെങ്കിൽ ആ നിലവാരമുള്ള, അല്ലെങ്കിൽ ആ പദവിയുള്ള ഒരു പറ്റം 7 പേർക്ക് വേണ്ടി വിദേശ നിർമ്മിതമായ കാറുകളൊക്കെ ഇറക്കുമതി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശമാണ് വളരെ പ്രധാനം. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ 5 കോടി രൂപ ഇന്ത്യ ഗവൺമെന്റിന് മുടക്കാനില്ല എന്ന അർത്ഥത്തിലല്ല. അതിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുകയും വിദേശ നിർമ്മിത കാറുകൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള തികഞ്ഞ വൈരുദ്ധ്യം നമ്മൾ എത്ര മറച്ചു വെച്ചാലും, എത്ര മതില് കെട്ടി മറച്ചാലും, എത്ര കട്ടനിട്ട് മറച്ചാലും മറയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്ന് ഭരണകർത്താക്കൾ മനസ്സിലാക്കിയാൽ ഏറെ നന്ന്.